ഉണങ്ങിയ കരിയിലകൾ കൂട്ടിവെച്ച് നമുക്കൊരു ഉഗ്രൻ വളം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വളം ഉപയോഗിച്ച് നമുക്ക് ചെടിച്ചട്ടി നിറയ്ക്കാൻ പറ്റും, അതുപോലെ ഗ്രോ ബാഗുകൾ നിറയ്ക്കാൻ പറ്റും. ഒത്തിരി ഉപകാരങ്ങളുണ്ട്. എന്ന് മാത്രമല്ല ഇതൊരു ഓർഗാനിക് മാറ്റർ, നല്ലൊരു നാച്ചുറൽ ഓർഗാനിക് കമ്പോസ്റ്റാണ് ഇത് നമ്മൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആഡ് ചെയ്യുന്നുണ്ട്. പ്രധാന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിന് നല്ല പോലെ ഈർപ്പം അത് നിലനിർത്തും. അത് കാരണം ചെടികൾക്ക് നല്ല ആരോഗ്യമായിട്ട് വളരാൻ അത് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ മണ്ണ് മാത്രം നിറച്ച് നമ്മൾ നടുകയാണെങ്കിൽ ഒരുപാട് കളകൾ കിളിച്ചു വരും. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇത് ചേർത്ത്, ഈ കമ്പോസ്റ്റ് ചേർത്ത് നമ്മൾ നടുകയാണെങ്കിൽ കളകളുടെ വളർച്ച വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ടോപ്പ് മോസ്റ്റ് നമ്മുടെ ചെടികളുടെയൊക്കെ മുകളിൽ ഒരു മൾച്ച് പോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒട്ടും തന്നെ ചെടിക്ക് ഉണങ്ങിപ്പോകാതെ ആ ഈർപ്പം നിലനിർത്താൻ ഇത് സഹായിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കിച്ചൺ കമ്പോസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ സാധാരണ ഫുഡ് വേസ്റ്റ് എല്ലാം ഇടും. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇതിൻ്റെ അകത്ത് കമ്പോസ്റ്റ് ആകാൻ താമസിച്ചത് നമ്മുടെ മുട്ടയുടെ തോടും അതുപോലെ തന്നെ ചിക്കൻ്റെ എല്ലുമാണ്. അങ്ങനെ കുറച്ച് താമസിക്കുന്ന കാര്യം അത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ ദ്രവിച്ച് നമ്മൾ ചെടിക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഇതുപോലെയുള്ള നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഇതുപോലെയുള്ള മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വാങ്ങാൻ കിട്ടും. അത് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പോസ്റ്റ് ബിന്നുകൾ കിട്ടും. ഇല്ലായെങ്കിൽ ഇതുപോലുള്ള റിങ്സ് കിട്ടും. നമുക്ക് കിണറിനൊക്കെ വെക്കുന്ന പോലത്തുള്ള റിങ്സ്, അല്ലെങ്കിൽ അലൂമിനിയം കമ്പികൾ കൊണ്ടുള്ള ഇതുപോലുള്ള നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിന്നുകളും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് മാത്രമല്ല നമ്മുടെ സാധാരണ ബക്കറ്റിനകത്ത് ഇതുപോലെ നിറച്ച് വെച്ചും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചാക്കിലാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് നനവും പിന്നെ കുറച്ച് ചാണകവെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ബിന്നാണ്. ഇതിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല പൊടിഞ്ഞ, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമ്മുടെ ചെടികൾക്ക് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കമ്പോസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബിന്നിൽ ഇപ്പോൾ ഒന്നുമില്ല. ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ നിങ്ങൾക്കൊന്നുകിൽ മണ്ണ്, ചെറിയൊരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുക. ഞാനത് ചെയ്യുന്നില്ല. ഫസ്റ്റ് ലെയർ തന്നെ ഞാൻ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴും നമ്മൾ മുറ്റത്തുള്ള നമ്മുടെ ചെടികളിൽ നിന്ന് വീഴുന്ന ഇലകൾ, പിന്നെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കരിയിലകൾ എല്ലാം, ചെറിയ ചെറിയ ഇലകളാണെങ്കിൽ കൂടി എല്ലാം കളക്ട് ചെയ്ത് ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ ഒക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും, ഒരു ലെയർ ഫുള്ള് ഞാൻ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയില ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ താന്നു പോകും. അപ്പം നമുക്ക് ഒരുപാട് കരിയില ഇട്ട് വെക്കാൻ പറ്റും. കരിയില ഇട്ടതിന് ശേഷം നമ്മുടെ സാധാരണ മണ്ണ്, ഒരു നല്ല ചുവന്ന മണ്ണ്, നമ്മുടെ മുറ്റത്തൊക്കെയുള്ള മണ്ണ് മതി. അത് ഒരു ലെയർ ഇല്ല, കുറച്ച് ഒരു 3-4 പിടി ഇട്ട് കൊടുക്കുക. കാരണം അന്നേരം ഈ കരിയില ഒന്ന് പ്രസ്സാവുകയും ചെയ്യും. ഈ മണ്ണ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പോസ്റ്റിങ് പെട്ടെന്ന് ഫാസ്റ്റ് ആകാൻ ഈ മണ്ണ് സഹായിക്കും. അപ്പം നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കരിയിലേക്കകത്തൊരു ഈർപ്പം നിലനിർത്താനും ഒക്കെ ഈ മണ്ണ് സഹായിക്കും. പിന്നെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളും കമ്പോസ്റ്റ്, അതായത് ഇതൊക്കെ കരിയില പെട്ടെന്ന് ഉണങ്ങി ദ്രവിക്കാൻ സഹായിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ്, നിങ്ങളുടെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു, അഴുകി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലായ പഴങ്ങളാണ്. അത് ഞാൻ അരിഞ്ഞ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഈ പഴത്തിൻ്റെ ഇതെല്ലാം കൂടെ ചേരുന്നതായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതൊരു നല്ല, ഈ ഒരു കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന മൂലകങ്ങളായ പൊട്ടാഷ്യം, നൈട്രജന്, ഫോസ്ഫറസ് ഒക്കെ എല്ലാം ചെടികൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു 1-2 കപ്പോളം നമ്മുടെ ചാണകം, പച്ച ചാണകം കലക്കിയത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പച്ച ചാണകം കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ പച്ച ചാണകം ഇല്ല എങ്കിൽ ഉണക്ക ചാണകത്തിൻ്റെ പൊടി മാത്രം മതി. അതൊരു 2 ദിവസം വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും കരിയില ഇട്ട് കൊടുക്കുകയാണ്. നല്ല പോലെ കരിയില ഇട്ട് കൊടുക്കുക.
ഇതൊക്കെ നമ്മൾ ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഒന്നുമില്ല എങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചാലും മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കമ്പോസ്റ്റായി കിട്ടും. കരിയില സാധാരണ രീതിയിൽ ഒരു കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 30 മുതൽ ഒരു മാസമൊക്കെ സമയം എടുക്കുക. അതിനകത്ത് കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. വേസ്റ്റ് ഡീകമ്പോസർ എന്നൊക്കെ പറഞ്ഞുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഒന്നുകൂടെ ഫാസ്റ്റായി കിട്ടും. ഇതിന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ സാധനങ്ങൾ അരിഞ്ഞിടുകയാണ്. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ കമ്പോസ്റ്റിംഗ് ഒന്നുകൂടെ ഫാസ്റ്റാക്കാൻ വേണ്ടി ഈ കരിയിലെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൈര്. നിങ്ങളുടെ കയ്യിൽ ഈ പച്ചച്ചാണകവും ഇല്ല എങ്കിൽ ഒരു കാര്യം നമ്മൾ ഈ തൈര് മാത്രം ഇതുപോലെ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നല്ലൊരു പ്രോബയോട്ടിക്കാണ്. എന്ന് മാത്രമല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മുടെ ഡീകമ്പോസ്റ്റിംഗ് നടത്താൻ ഇത് സഹായിക്കും. പിന്നെ ഇതിനൊരു നല്ലൊരു ഈർപ്പമൊക്കെ നിലനിർന്ന് പെട്ടെന്ന് ഈ നമ്മുടെ കമ്പോസ്റ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ഈ തൈര് ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്നേരം നമ്മുടെ കരിയില ആരും കത്തിക്കരുത്. കത്തിച്ച് കളയുന്നത് നമ്മുടെ പരിസ്ഥിതിക്കും നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല നാച്ചുറലായിട്ട് നമ്മുടെ ചെടികൾക്കും ഗ്രോ ബാഗിനും ഒക്കെ നിറയ്ക്കാൻ പറ്റിയൊരു സോയിൽ മണ്ണ് പോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് ഇത് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. അന്നേരം ഇത് നല്ലതുപോലെ താന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നല്ലപോലെ ഒരു പിടി നമ്മുടെ കൊക്കോപിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കൊക്കോപിറ്റ് ഇല്ലായെങ്കിൽ ഇടണ്ട. കൊക്കോപിറ്റ് ഇട്ട് കൊടുക്കുന്ന ഒന്നുകൂടെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു ലെയർ കരിയില ഇടുക. അതിന് മുകളിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പും ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒരു ചാക്ക് മുറുക്കി കെട്ടി അവിടെ വെച്ചിരുന്നാൽ മതി. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചവിട്ടി ഇളക്കി കൊടുക്കുക. അതായത് കരിയിലയൊക്കെ ഒന്ന് പൊടിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതായിരിക്കും. ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് പച്ചച്ചാണകം കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇതിന് മുകളിലും കുറച്ച് കരിയില ഇടുക. പിന്നെ ഇപ്പോൾ ഈ കരിയില മാത്രമായതുകൊണ്ട് നമുക്ക് പറയാം ഇത് കാർബൺ മാത്രമാണ് കരിയിലക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നൈട്രജനും കൂടെ ചേർന്നാലേ നമുക്ക് ഈ കാർബൺ നൈട്രജനും കൂടെ ചേരുമ്പോൾ ഈ ഫാസ്റ്റ് ആയിരിക്കും ഡീകമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മുടെ ഈ പുല്ലൊക്കെ ചെത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതില്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇല വളരെ നല്ലതാണ്. ഇത് ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളൊരു പച്ച വളമാണ് ഈ ഒരു ശീമക്കൊന്നയുടെ ഇല. ഇത് നമുക്ക് ഇടയ്ക്ക് ഓരോ ലെയറായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല സൂപ്പർ ഒരു വളം തന്നെയാണിത്. ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന് മുകളിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കിയതോ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കമ്പോസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ചെടിച്ചട്ടി നിറയ്ക്കാൻ, ഗ്രോ ബാഗ് നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുക. കാരണം ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു കമ്പോസ്റ്റായി. ഇത് നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാകും. നല്ല പോലെ കമ്പോസ്റ്റ് ആയ പരുവത്തിൽ കിട്ടുമ്പോൾ നല്ല വെയിറ്റ് ഇല്ലാത്ത നല്ല ഒരു കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ആണ് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയം കാണും. ഇതിൻ്റെ അകത്ത് കാർബൺ ഉണ്ട്, അതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അതുപോലെ ചെടികൾക്ക് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസും ഈ ഒരു കമ്പോസ്റ്റിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽഷ്യം, മാഗ്നീഷ്യം, ബോറോണ്, അയൺ, മാംഗനീസ് ഇതുപോലെയുള്ള കുറേ ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അന്നേരം നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ന്യൂട്രിയൻ റിച്ച് വളമാണ് ഇത്. പ്രത്യേക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാർബൺ, നൈട്രജൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോയ്സ്ചർ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കത്തുള്ളൂ. കാർബൺ ഡ്രൈ ലീഫാണ് നമ്മുടെ ഈ കാർബൺ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുക, അല്ലെങ്കിൽ കുറച്ച് പുല്ല് പറിച്ചിടുക. ഇപ്പോൾ ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ടല്ലോ, അതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ കുറച്ച് ഈ ലിക്വിഡ് മോയ്സ്ചർ കുറച്ച് ചെറുതായിട്ട് നമ്മൾ തൈരിൻ്റെ അതുപോലെ ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നതൊക്കെ മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇത് 3 കാർബൺ, നൈട്രജൻ, മോയ്സ്ചർ
കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പോസ്റ്റ് ബിന്നോ ഇതില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും വീടിൻ്റെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് മുറ്റത്ത് എവിടെയെങ്കിലും കൂട്ടിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് ചാണകവെള്ളം അതുപോലെ തന്നെ ഈ കാണിച്ച ഏതെങ്കിലും മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് എയർ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ മുഴുവനായിട്ടും അടയ്ക്കത്തില്ല, കുറച്ച് സ്പേസ് ഒന്ന് വിട്ടേക്കും. ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒട്ടും കാശ് മുടക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വളം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.